എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ അച്ഛനോട് ഞാൻ കാല് പിടിച്ച് മാപ്പി ചോദിക്കുകയാണ്. ഞാൻ ഒരുപാട് പേര് പറ്റിച്ചിട്ടാണ് പോണതെന്ന് എനിക്കറിയാം. എനിക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നെ അത്രയ്ക്കും പറ്റിച്ചുകളഞ്ഞ ഈ കുടുംബം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചെന്നെ. എൻ്റെ അടുത്ത് ഇപ്പൊ ഈ ലാസ്റ്റ് ആണ് ഞാൻ അറിയുന്നത് ഇവനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്ന് പ്രിയയും ഇവനും കൂടെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവൻ ഇടപെടുന്നു എന്ന് എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിനോദ് എന്റെ ജീവിതത്തിൽ കയറി ഇടപെടുന്നു എന്ന്. പിന്നെ ഞാൻ ഇന്നലെ ആ വീട്ടിൽ കയറുന്ന സമയത്ത് ഞാനടക്കമുള്ള സുഹൃത്തുക്കൾ കൊടുത്തിരുന്ന 1 രൂപയുടെ സാധനം പോലും ഈ പ്രിയയും പ്രിയയുടെ ആൾക്കാരും അവിടെ വച്ചിട്ടില്ല. എല്ലാം ഇവരെടുത്തോണ്ട് പോയി. ഒരു ചായ കുടിക്കാൻ ഒരു കപ്പ് പോലും ആ വീട്ടിൽ വച്ചിട്ടില്ല. കടബാധ്യത അല്ല. കടബാധ്യത എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തീർക്കാൻ പറ്റുന്ന കടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് തടയിട്ടു എന്നതാണ് സത്യം. അവന് ഈ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മരണം പേടിയുള്ളവനാണ്. ആ വീഡിയോ കണ്ടറിയാം, മരണം പേടിയുള്ളവനാണ്. മരിക്കില്ല, അവൻ ഒരിക്കലും മരിക്കില്ല. അത്രയും കപ്പാസിറ്റി ഉള്ളവനാണ് അവൻ. പക്ഷെ അവന് സഹിക്കുന്നതിലപ്പുറം ഒരു സ്ത്രീയെ സ്നേഹിച്ചു. അത് തന്നെയാണ് അവന് പറ്റിയ ഏറ്റവും വലിയ ആപത്ത്. നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലായ ഒരു വീഡിയോയുണ്ട്. അതായത് താൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ്. തന്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും ചേർന്നുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദത്തിലേക്കാക്കുന്നു. കോടികളോളം സമ്പാദിച്ചിട്ടും തനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ആ വെള്ളം ഒഴിക്കാനുള്ള ഒരു ഗ്ലാസ് പോലും വീട്ടിൽ വെക്കാതെ വീട് അരിച്ച് പെറുക്കി ഒരു മോഷ്ടാക്കൾ കൊണ്ടുപോകുന്നത് പോലെ തന്റെ സാധനങ്ങളെല്ലാം അടക്കം ഈ ഭാര്യ തന്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നും തന്നെ അനാഥമാക്കി എന്നും അതോടൊപ്പം തന്നെ തനിക്ക് വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ഏൽക്കുന്ന തരത്തിൽ ചില പ്രശ്നങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി ഒരിക്കലും തനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രദീപ് എന്ന് പറയുന്ന ഹോട്ടൽ ഉടമ ആത്മഹത്യ ചെയ്യുന്നു. ഈ വീഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത്. പിന്നീട് വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഈ ഭാര്യയ്ക്കും ആ ഭാര്യയുടെ അമ്മയ്ക്കും എതിരെ ഉയരുന്നു. ഇപ്പോൾ രണ്ടുപേരും കാണുന്നില്ല. രണ്ടുപേരും എവിടെയാണ് എന്നതിനെ കുറിച്ച് ചില വ്യക്തതകൾ കുറവുണ്ട്. കാരണം ഒളിവിലാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഭാര്യയും അമ്മയും മാത്രമല്ല, സമാന രീതിയിൽ ഈ ഹോട്ടലിന്റെ മുൻവശത്തുള്ള ഒരു കടയിലെ ഒരു ആൾക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രദീപ് ആത്മഹത്യ ചെയ്യുന്നത്. എന്തായാലും ഇതിന്റെ വസ്തുതകൾ അറിയേണ്ടതുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രദീപിന് പെട്ടെന്നൊരു മരണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ചാണ് അറിയേണ്ടത്. കാരണം കടം മാത്രമായിരുന്നു പ്രശ്നമെങ്കിൽ, ബാധ്യത മാത്രമായിരുന്നു പ്രദീപിന്റെ പ്രശ്നമെങ്കിൽ അത് നിസാരമായിട്ട് തീർക്കാനുള്ള കഴിവുള്ള ഒരാളായിരുന്നു പ്രദീപ് എന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. പ്രദീപിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് സീറോയിൽ നിന്നാണ് അവൻ ഈ കട കെട്ടിപ്പടുത്തത് എന്നും ഈ കാണുന്ന 4-5 കടമുറികൾ ഒരുമിച്ച് വാങ്ങാനുള്ള കെൽപ്പ് പ്രദീപിന് ഉണ്ടാക്കിയെടുത്തത് അവന്റെ ധൈര്യം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമാണ് എന്ന് സുഹൃത്തുക്കൾ പറയുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും കടബാധ്യത മാത്രമായിരുന്നു തനിക്ക് മുന്നിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള കഴിവ് പ്രദീപിനുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം ഭാര്യ സ്നേഹിച്ച് വിവാഹം കഴിച്ച രണ്ടാം ഭാര്യയിൽ നിന്നുണ്ടായിട്ടുള്ള മാനസിക സമ്മർദ്ദം അതാണ് പ്രദീപിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ പ്രതികരിക്കും. ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, പേര് എങ്ങനെയാണ്? ശശികുമാർ. ഇവിടെ എത്ര വർഷം? 8 വർഷമായി. ഇപ്പോ മുതലാളിയാണ് പറഞ്ഞ കാര്യങ്ങളും വീഡിയോ ഒക്കെ കണ്ടല്ലോ. അപ്പൊ അത് എത്രത്തോളം വസ്തുതാപരമാണ്? മാനസിക ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇത് സംഭവിച്ചു. കടം കയറിപ്പോയി തകർത്തു എന്നാണ് പറയാൻ. പിന്നെ എന്തോ ഇപ്പൊ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഈ ബുദ്ധിമുട്ട് വന്നത്. അങ്ങനെ ആള് മാനസികമായിട്ട് തകർന്നു. ഇപ്പോ ഇവിടുന്ന് പലരും പറയുന്നത് കടബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഈ ഒരു കടബാധ്യത വരുന്നത്? കടം കുറച്ചുണ്ട്. പല കടക്കാർക്കൊക്കെ കുറച്ച് പൈസകൾ കൊടുക്കാനുണ്ട്. അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കടം വന്നതായിട്ട് എനിക്ക് വേറെ വലിയ കടങ്ങളായിട്ടുള്ള എനിക്ക് വേറെ ഇതൊന്നും അറിയത്തില്ല. ബിസിനസ്സിൽ ലോസ് ഒന്നുമല്ല. എല്ലാ ദിവസവും നല്ല രീതിയിൽ കച്ചവടമുണ്ട്. ഇതുമായിട്ട് നടത്തി കൊണ്ടുപോകുന്ന സ്റ്റാഫുകളൊക്കെയാണ് ഇവരൊക്കെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയാം. വേറെ അങ്ങനെ ഒരു ഇതില്ല. ബിസിനസ്സിൽ ലോസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെയും. അല്ല, പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വിനോദം എന്ന് പറഞ്ഞ കക്ഷി എന്റെ ജീവിതത്തിൽ കയറി ഇടപെടുന്നെന്നും വിനോദ് ഇങ്ങനെ പല കാര്യങ്ങളും ഇവന്റെ വൈഫ് ഹൗസിലുള്ള അവരോട് ഇവനെ കുറിച്ച് പല അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നു. അപ്പൊ ഞാനും പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് അവനോട് സംസാരിച്ച് ഒരു കുടുംബജീവിതം തെറ്റിപ്പോവാൻ ഇതൊക്കെ മതി. അപ്പം പറഞ്ഞ് നമുക്ക് കാണാം
എൻ്റെ അടുത്ത് ഇപ്പൊ ഈ ലാസ്റ്റ് ആണ് ഞാൻ അറിയുന്നത് ഇവനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്ന് പ്രിയയും ഇവനും കൂടെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവൻ ഇടപെടുന്നു എന്ന് എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിനോദ് എന്റെ ജീവിതത്തിൽ കയറി ഇടപെടുന്നു എന്ന്. വിനോദാണ് വീട്ടിൽ കയറിയ വിനോദും പ്രിയയും കൂടെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്നാണ് അവൻ ആ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ആ വീഡിയോയിൽ. അപ്പോ ഇവര് പറയുന്നതിൽ എന്തൊക്കെയോ വസ്തുതയുണ്ടെന്നാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഭാര്യയുടെ അമ്മയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ. അല്ല, അവര് ഒരുപാട് പ്രാവശ്യം അതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു 6 മാസം കൊണ്ട് പ്രദീപ് കടയിൽ വരാറില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും രാത്രിയൊക്കെയാണ് വരുന്നത്. അവന്റെ അച്ഛനും, അതായത് പ്രിയയുടെ അച്ഛനും പ്രിയയുടെ അമ്മയും കൂടെ കടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നും നാട്ടുകാരുടെ ഫ്രണ്ടില് അവനെ അതായത് അവന്റെ കുറ്റങ്ങൾ പറയുമെന്നും നിന്റെ കടയിൽ വന്ന് നിന്നെ നാറ്റിക്കുമെന്നും എല്ലാം പറഞ്ഞിട്ടുള്ളതായിട്ട് പ്രദീപ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ലഹരി അങ്ങനെ മദ്യപിക്കാറുണ്ട് അവൻ. സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടല്ല, ഇടയ്ക്കൊക്കെ മദ്യപിക്കാറുണ്ട്. അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം അതിന്റെ പേരിൽ ഇതുവരെയ്ക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരു കേസോ ഈ മദ്യപിച്ചോണ്ടോ അല്ലാതെയോ പ്രദീപിന് ഒരു കേസോ വഴക്കോ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഒരു 7-8 വർഷമായിട്ട് ഈ കട നടത്തുന്നുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു പ്രശ്നം പ്രദീപിന്റെ ഭാഗത്തുനിന്നോ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഈ വിവാഹം എന്ന് പറയുന്നത് ഇഷ്ടത്തോടെ തന്നെയുള്ളതല്ലേ? അത് അവർ രണ്ടുപേരുടെ ഇഷ്ടത്തോടെ നടത്തിയതാണ്. അവർ രണ്ടുപേരും കൂടെ സ്വയമേ എടുത്ത തീരുമാനമാണ്. പ്രിയയുടെ മാനസിക സമ്മർദ്ദം ഒരുപാടുണ്ടായിരുന്നു. അവന് പ്രിയ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ അവനൊരു വീട് വാങ്ങിയായിരുന്നു. അതിൽ പ്രിയയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രിയ കല്യാണം കഴിക്കുന്നതിന്. പിന്നെ ഞാൻ ഇന്നലെ ആ വീട്ടിൽ കയറുന്ന സമയത്ത് ഞാനടക്കമുള്ള സുഹൃത്തുക്കൾ കൊടുത്തിരുന്ന 1 രൂപയുടെ സാധനം പോലും ഈ പ്രിയയുടെ ആൾക്കാരും അവിടെ വച്ചിട്ടില്ല. എല്ലാം ഇവരെടുത്തുകൊണ്ട് പോയി. ഒരു ചായ കുടിക്കാൻ ഒരു കപ്പ് പോലും ആ വീട്ടിൽ വച്ചിട്ടില്ല. ആകെപ്പാടെ എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ 2ാമത്തെ നിലയിൽ ഇരിക്കുന്ന ഛായാചിത്രങ്ങൾ, അത് ഏണി വെച്ചേ കയറി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അത് അവിടെ ഇരിക്കുന്നത്. ബാക്കി 1 രൂപയുടെ സാധനം ഇവര് ഒരു പ്രസന്റേഷൻ കൊടുത്തതായിട്ട് എനിക്കറിയില്ല. ആ പാലയാച്ചിന് ഫുള്ള് ഉണ്ടായിരുന്നത് ഞാനാണ്. അപ്പൊ അവര് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവന്റെ കൂട്ടുകാര്, ഞാനടക്കമുള്ള കൂട്ടുകാർ ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവരെടുത്തോണ്ട് പോയി. ഇയാൾ പറയുന്നത് പോലെ ജീവിതത്തിലുണ്ട് സമ്പാദിച്ചതെല്ലാം അവർ കൊണ്ടുപോയി എന്ന് പറയുന്നതിന് അടിസ്ഥാനം അതില് ഏകദേശം 90% അതിനകത്ത് ഇവർക്ക് പങ്കുണ്ട്. ഞാനൊരു 12 വർഷം കൊണ്ട് പുള്ളിയോട് ജോലിയാണ്. ഈ കട തുടങ്ങുന്നതിന് മുമ്പായിട്ട് കാറ്ററിംഗിന്റെ വർക്കായിട്ട് പുള്ളിയോടാണ്. പുള്ളി ഈ ഒരു കല്യാണം കഴിഞ്ഞ ശേഷം മാത്രമാണ് പുള്ളി ഒരുവിധം ഞാൻ തകർന്നതും കടയിൽ വരാതിരിക്കുന്നതും. അങ്ങനെ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ ഈ മരിക്കുന്നതിന്റെ തലേദിവസം പോയപ്പോഴും ഒരുവിധം വിഷമം പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതെനിക്ക് പറ്റുന്നില്ലടാ. അപ്പോൾ എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ്. ഞാൻ ചേട്ടാ പോട്ടെ, നമുക്ക് കട ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പോയത് പോട്ടെ, ഇതിൽ നല്ല എല്ലാം ഉണ്ടാക്കിയത് എല്ലാം പറഞ്ഞു. അപ്പോൾ അവരുടെ പറഞ്ഞാൽ എനിക്ക് സമാധാനം തരുന്നില്ലടാ, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറയാം. ഉപദ്രവമൊന്നുമില്ല. അവര് ഫോൺ വിളിച്ച് ടോർച്ച് വയ്യക്കവും അങ്ങനെ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞ്, എന്തോ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളിവിടെ നൈറ്റ് കാറ്ററിംഗിന്റെ വർക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളി നമ്മളെ വിളിക്കും, എടാ വീട്ടിലാരോ ഒന്ന് തട്ടിയിട്ട് പോയി, കാതിൽ തട്ടുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒന്നും. പുള്ളിക്ക് പേടിയാ, ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കുമോ അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ട്. പുള്ളി ഒരു 3-4 മാസമായിട്ട് കാലിലൊരു ഫ്രാക്ചർ പറ്റി കമ്പിയിട്ട് കിടക്കുകയാണ്. എന്നിട്ടും ആരുമില്ല വീട്ടിൽ. നമ്മൾ തന്നെയാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് രാവിലെ പോയി നോക്കുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായാലും എല്ലാം നമ്മളാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇപ്പോൾ പ്രശ്നമായ കാര്യം, വീട്ടിൽ നിന്ന് എല്ലാ സാധനം എടുത്തു പോയി. ഇപ്പോൾ ഇവിടുന്ന് ചായ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പാഴ്സൽ കവറിലല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ എന്ത് തോന്നട്ടാ, എന്ത് ജീവിതത്തോടെ ഞാൻ ഇതെല്ലാം കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം പോയി നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതം മൊത്തം നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ പുള്ളിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എത്ര കാലം മുന്നേ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്? ഇപ്പോൾ ഈ ഒരു ആഴ്ചക്ക് മുമ്പായിട്ട്, ഒരാഴ്ച മുന്നേ ആ വീട്ടിൽ എല്ലാം എടുത്തിട്ട് പോയി. ചേട്ടാ വീട്ടിൽ ഒട്ടിക്കണം ഉണ്ടാവും, പക്ഷെ ബോറടിക്ക TV കണ്ടുകൊണ്ട് ആ TV പോലും എടുത്തിട്ട് പോയി. പിന്നെ അവിടെ രാത്രി ഫുഡ് നാനാ കൊണ്ടുപോകണം. രാത്രി 11 മണിക്ക് ഫുഡ് നാ കടയിൽ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എന്നെ കുറിച്ച് ഒറ്റയ്ക്ക് ബോറടിക്കണം. പിന്നെ ഇവിടെ 1/2 മണിക്കൂർ സംസാരിച്ചിട്ട് പിന്നെ റൂമിലോട്ട് പോകണം. അത്രയ്ക്ക് വിഷമമുണ്ട്. കടയിലെല്ലാം ഫുൾ ടൈം കടയിൽ വന്നിട്ട് രാവിലെ വെളുപ്പിന് 5 മണിക്ക് വന്നിട്ട് വെള്ളക്കെല്ലാം കത്തിച്ചിട്ട് ബാക്കിയുള്ള കാര്യം നോക്കിയിട്ട് കടയിലായിട്ട് നടന്നുകൊണ്ട് പോകണം. ഇപ്പൊ 4-5 വർഷമായിട്ട് കടയിലേ വരില്ല. കടയിൽ വന്നാലും ഇങ്ങോട്ട് ഇരുന്നിട്ട് ഒരു 10 ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും. എങ്ങനെ ഫുൾ ടൈം കടയിലുണ്ടാവും, എല്ലാ കാര്യം നോക്കിയിട്ടാണ്. ഈ കടയിൽ വന്നിട്ട് 6 വർഷമായി. പക്ഷെ ഇങ്ങനെ ഈ 3-4 മാസം ഭയങ്കര വിഷമമുണ്ട്. മരിക്കുന്ന ഒരു രാത്രി 6 മണിക്ക് എന്നെ വിളിച്ച് ചായ കൊണ്ടു കൊടുക്കാം. അപ്പോൾ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ചായ പാർസലാക്കിയിട്ട് എനിക്ക് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ എന്നെ അനിയനോട് പറഞ്ഞു വിട്ടു വണ്ടിയില്ല, ചായ കൊണ്ടു കൊടുക്കാം. രാത്രി വീണ്ടും അങ്ങേരെ വിളിച്ച് കാപ്പി കൊടുക്കാം. അങ്ങേരെ വീട്ടിൽ പോകും. അങ്ങേരെ പിന്നെ എന്നെ വിളിച്ച് ഫുഡ് കൊണ്ട് കൊടുക്കാം. ഡെയിലി രാത്രി തന്നെ പോകണം. ഞായറാഴ്ച ആയതുകൊണ്ട് ഫുഡ് എനിക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ കൊണ്ടു കൊടുത്തില്ല. പിന്നെ അനിയന ദോശ
രസവട എല്ലാവരും കട്ടി കൊടുത്ത് ഞാൻ എന്നെ പറഞ്ഞു കൊടുത്തു ഫുഡ് കൊണ്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കുറച്ച് ചോദിച്ചു എന്നെ സംസാരം ബുദ്ധിമുട്ടില്ല. എന്നെ സംസാരിച്ചിട്ട് ഫുഡെല്ലാം വാങ്ങിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്ന് പറഞ്ഞു. പിന്നെ രാത്രി എന്നെ അനിയൻ പോയതുകൊണ്ട് ഞാൻ രാത്രി പോയില്ല, നേരെ വീട്ടിൽ പോയി. രാവിലെ ഇങ്ങനെയൊക്കെ ആക്കി. രാവിലെ ആരാണ് പുള്ളിനെ ആദ്യമായിട്ട് കാണുന്നത്? രാവിലെ ആദ്യമായിട്ട് വേറെ പുള്ളി കാണുന്നത് പുള്ളിക്കാരി എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പില് നമ്മളുടെ ഈ ഹോട്ടലിലെ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട്. പുള്ളി 3 മണിക്ക് അങ്ങനെ അതിൽ മെസ്സേജ് ഇട്ട് ഇതെല്ലാം പാസ് ചെയ്തതിന് ശേഷമാണ് പുള്ളി ഇത് ചെയ്യുന്നത്. ആ സമയം യാദൃശ്യമായിട്ടാണ് പുള്ളിയുടെ അമ്മ സുഖമില്ലാതെ കിടക്കായിരുന്നു, ഈ രാധാകൃഷ്ണന്റെ. ആ സമയത്ത് എണീറ്റപ്പോൾ ഫോണിലൊരു വെട്ടം പോലെ കണ്ടു. അപ്പോൾ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുള്ളി എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ മെസ്സേജ് പാസ് ചെയ്യുന്നത്. ഉടനെ തന്നെ പുള്ളി അവിടെ എത്തുകയും നോക്കിയപ്പോഴത്തേക്കും ഈ സംഭവം കഴിഞ്ഞിരുന്നു. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പുള്ളി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പുള്ളി ഇവിടെ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ടുമേളിലാണ് പുള്ളി വന്നുകൊണ്ടിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണ് ഈ കടയെല്ലാം സെറ്റ് ചെയ്ത് ഇവിടുന്ന് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പുള്ളിയെക്കുറിച്ച് ഏതൊരു ഇത് അനാവശ്യവും ഇതുവരെ ആരുടെ ഭാഗത്തൊന്നും പറയാനില്ല. കട നടത്തിക്കുന്നത് കൊണ്ട് ആയാലും ശരി, ഒരു മദ്യപാനോ അല്ലെങ്കിൽ ഒരു തൊഴിലാളികളോട് മോശമായിട്ട് പെരുമാറുകയോ ഒന്നുമില്ല. പുള്ളിക്ക് ഇപ്പോൾ ഈ പറ്റിയെന്ന് പറയുന്നത് ഈ വിവാഹത്തിന് ശേഷം ഉണ്ടായ ദുരവസ്ഥയാണ്. അത് കാരണം സാമ്പത്തികം എന്ന് പറയുന്ന പുള്ളി എടുത്ത് ചെലവാക്കിയതല്ല. പുള്ളി ഒരു വീട് വാങ്ങി, 60-65 ലക്ഷം രൂപ കൊടുത്തൊരു വീട് വാങ്ങി. വിവാഹത്തിന് മുന്നേ ആ കുട്ടിയുടെ പേര് കൂടെ വെച്ചാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അത് വിറ്റാൽ പോലും പുള്ളിക്ക് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ KSFE-യിൽ കുറച്ച് ചിട്ടിയുണ്ട്, അത് ഡെപ്പോസിറ്റ് ആക്കി ഇട്ടിരിക്കുന്നു. ഇതൊന്നും വിഡ്രോ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോയി. പിന്നെ പുള്ളി കുറച്ച് ഗോൾഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡുകളൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ റെസീറ്റോ ഒരു സാധനമോ കാര്യം എന്ന് പറഞ്ഞാൽ ആ വീട് ഫുള്ളായിട്ട് നമ്മളെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഒരുപാട് പ്രസന്റേഷൻ അവിടെ കൊണ്ടു കൊടുത്തു. 25-ാം തീയതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 25-ാം തീയതി എൻ്റെ മകളുടെ ഒരു കല്യാണമാണ്. ആ ദിവസം തിരഞ്ഞെടുത്താണ് ഇവര് ആൾക്കാരെ കൊണ്ടുപോയി കംപ്ലീറ്റ് സാധനം അവിടുന്ന് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിലാണ് പുള്ളി മാനസികമായിട്ട് തകർന്നു പോയത്. കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി കടബാധ്യത ഒന്നും പുള്ളിക്ക് ഒരു വിഷയമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് വീട്ടാനുള്ള എല്ലാ കഴിവും പുള്ളിക്കുണ്ട്. പുള്ളി ഒന്നുമില്ലാതെ ഈ സ്ഥാപനത്തിൽ വന്നതാണ്, ഇത്രയും സെറ്റപ്പ് ആയതാണ്. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു വണ്ടി മാർവാടി പോലെ ഡെയിലി 6,000 രൂപ അല്ലെ 6,000 രൂപ പലിശയ്ക്ക് എന്തോ ബുള്ളറ്റ് ഇതെല്ലാം വാങ്ങിച്ച് ഈ പുള്ളിയുടെ അവസരം മുതലാക്കി എല്ലാ പേരും പുള്ളിയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കടയിലോ ബാധ്യതയോ കടക്കാർക്ക് വേറെ കൊടുക്കാനോ അങ്ങനെ ഒന്നുമില്ല. കടയെല്ലാം നല്ല രീതിയിൽ ഇവരെല്ലാ പേരും ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കടബാധ്യത അല്ല. കടബാധ്യത എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തീർക്കാൻ പറ്റുന്ന കടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനെ തടയിട്ടു എന്നതാണ് സത്യം. അതിനെ തടയിട്ടു എന്ന് പറയുന്നത് ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് അവരോട് സഹകരിച്ചിരുന്നുണ്ടെങ്കിൽ ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ പുള്ളിയുടെ എല്ലാ ബാധ്യതയും തീരും, യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ ആ പുള്ളി ആ 2 മാസം വരെ കാലിൽ ഒരു സ്ക്രാച്ച് ആയിട്ട് കിടന്ന് വലിയ ബുദ്ധിമുട്ടിൽ കിടന്നപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം പോലും അവരുടെ ഭാഗത്തുനിന്ന് കൊടുക്കാനോ അവരുടെ സഹകരിക്കാനോ ഒന്നുമില്ലായിരുന്നു. ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മളൊരു സുഹൃത്തുണ്ട്, സുഹൃത്തിൻ്റെ വൈഫൊക്കെയാണ് അവിടെ ഈ ഫുഡ് കൊണ്ടു കൊടുക്കുന്നത്. എല്ലാ ദിവസവും പുള്ളിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമ്മളെ സുഹൃത്തുക്കൾ കുറച്ച് പേരെല്ലാം അവനെ സമാധാനിപ്പിച്ചെങ്കിലും പക്ഷെ അവൻ്റെ മാനസികാവസ്ഥ വേറെ ലെവലിലോട്ട് അവർ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവൻ ചെയ്തത്. അല്ല ഒരിക്കലും അവന് ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മരണം പേടിയുള്ളവനാണ്. ആ വീഡിയോ കണ്ടറിയാം, മരണം പേടിയുള്ളവനാണ്. മരിക്കില്ല, അവൻ ഒരിക്കലും മരിക്കില്ല. അത്രയും കപ്പാസിറ്റി ഉള്ളവനാണ് അവൻ. പക്ഷെ അവന് സഹിക്കുന്നതിലപ്പുറം ഒരു സ്ത്രീയെ സ്നേഹിച്ചു. അത് തന്നെയാണ് അവന് പറ്റിയ ഏറ്റവും വലിയ ആപത്ത്. എനിക്കറിയാന്നുള്ള കാര്യം എന്ന് പറഞ്ഞാല് പ്രദീപ് ഇവിടെ വന്ന് ഈ ഹോട്ടലൊക്കെ ഇട്ട കാലം തൊട്ട് എനിക്കറിയാവുന്നതാണ്. പിന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ, കാരണം ഈ പറയുന്ന പ്രിയ എന്ന് പറയുന്നവന്റെ വൈഫായിരുന്ന കുട്ടിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യം മരണമൊഴിയായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വീഡിയോ എടുത്തിട്ടാണ് ചെയ്തത്. പ്രദീപിന് ഇങ്ങനെ ഈ കുട്ടിയുടെയും ഇയാളുടെയും 2ാം വിവാഹങ്ങളാണ്. ഈ കുട്ടി ആദ്യം വിവാഹം കഴിച്ചാണ്, ഇപ്പൊ വന്നിട്ട് പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി ആവുമ്പോഴാണ് ഈ കുട്ടിയിലെ 1 വർഷം ഇവർ തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ട് നടക്കുന്നത്.
അല്ല 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 അത് ശരിയല്ല, അത് ശരിയല്ല, അത് ഒരിക്കലും ശരിയല്ല, 100-110% ശരിയല്ല. കാരണം അത് ഞാൻ പറയാം, ഈ സ്വർണം 1 പവന 2 പവന 5 പവന 10 പവന കൊടുത്താൽ അത് വേറെ, വീട്ടിൽ സാധനം എടുത്താണ്. ഈ വീട് പോലും വാങ്ങിയത് 50-50 പൈസയ്ക്കാണ് വാങ്ങിയത്. ഇപ്പൊ താമസിക്കുന്നത് താമസം ഇയാൾ സൂയിസൈഡ് ചെയ്ത സ്ഥലത്ത് 50% പൈസ നിങ്ങൾ വിട്ടു, 50% പൈസ അയാൾ വിട്ടു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതില് ഇതാ വരുന്ന വിവാഹം നടത്തി കൊടുക്കാൻ കൂടെ നിന്ന ആളാണ് ഇവര് ഉള്ളത്. അപ്പൊ ഇതില് യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന സത്യം. ഇത് പറഞ്ഞോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്ന ഒരു പിന്നീട് ഒരു കാറ് പണയം വെച്ച് അതൊന്നും ഈ പ്രിയ എന്ന് പറയുന്ന കുട്ടി മനസ്സാവാതെ അറിഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഈ 1 കോടി രൂപയോളം എന്തായാലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രിയ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയൊന്നും ഇയാൾക്ക് ഒരുപാട് കടം. ഇപ്പൊ ചികിത്സ അല്ല അതൊരു വീട്ടിൽ നിന്ന് കാലൊന്നും ഓടിയൊക്കെ ചെയ്തായിരുന്നു. അവർ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ മാനസികമായിട്ടൊക്കെ അവർ തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിപ്പോയി. ഈ കുട്ടിയുടെ എന്തോ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് പണയം വെച്ചിട്ട് അവ എടുത്ത് കൊടുക്കാത്തതുകൊണ്ട് അവരുടെ അച്ഛൻ തന്നെ തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ള ഏത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായതാണ്. ഈ പറയുന്നതിലൊന്നും അടിസ്ഥാനം ഇല്ലെന്നാണ് പറഞ്ഞത്. ഇല്ല, അടിസ്ഥാനമില്ല എന്നുള്ളതല്ല, അതിൽ പകുതി കാര്യങ്ങൾ ശരിയും പകുതി ശരിയല്ല. ഈ സാമ്പത്തിക ഇടപാടിൽ പ്രിയ എന്ന് പറയുന്ന ഒരാൾ ഈ 1 കോടി രൂപ അവരുമായിട്ട് ബന്ധപ്പെട്ടല്ല പോയത്, അല്ലാതെയുള്ള കടമാണ്. ഇതോ വന്നിരിക്കുന്നവർ ഇയാൾക്ക് ഈ ഹോട്ടലിലേക്ക് പൈസ വാങ്ങിയ 4 ലക്ഷം രൂപയോളം കടം കൊടുക്കാനുള്ളവരൊക്കെ മരിച്ചെന്നറിഞ്ഞപ്പോൾ എല്ലാവരും വന്നിരിക്കുക. ഈ ഭാര്യയായിട്ട് സംസാരിച്ചത് ഈ മരണശേഷം മരണശേഷം സംസാരിക്കാൻ അവരാരും ഫോൺ എടുത്തില്ല. അവരുടെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ സംസാരിച്ചു. അവരൊക്കെ എന്താണ് പറയുന്നത്? അവരൊക്കെ പറയുന്നതെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നല്ലേ, അവൻ്റെ പോക്ക് ഇത് ശരിയല്ലാത്തതുകൊണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉൾവശത്തുള്ള ഒരു കടയിൽ അത് സത്യമാണ്. അയാളുടെ ഫോട്ടോ ആണെങ്കിൽ കാണിച്ചത്. അതെന്താണ് ശരിക്കും സംഭവിച്ചത്? സത്യമായിട്ടെന്ന് പറഞ്ഞാല് ഞാനിപ്പോൾ നിങ്ങളൊരു ചാനൽ ചെയ്യുമ്പോഴത് അയാളുടെ ഈ കുട്ടിയുടെ ബ്രദറും കുടുംബക്കാരും ഒക്കെ നമ്മളെ ബന്ധമാണ്. നമ്മളെങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് മോശം പറയും? അതുകൊണ്ട് പറയുന്നില്ല, അത് ചാനലിൽ വരുന്നില്ല. നമുക്ക് നേരിട്ട് അറിവുള്ള കാര്യമാണെങ്കിൽ സത്യമായിട്ട് പറയാം. അറിഞ്ഞുകൂടാത്തൊരു കാര്യം പറ്റില്ല. അലിഗേഷൻസ് ആർക്കും ആരെക്കുറിച്ചും പറയാം. നമുക്കൊരു ഐ ഡോണ്ട് ഹാവ് എനി പ്രൂഫ്സ്. നമ്മുടെ തെളിവുകൾ പെൺകുട്ടിയെ കുറിച്ചാകുമ്പോൾ ഒരു തെളിവില്ലാതെ നമ്മൾ അത് നമുക്ക് തെളിവ് വേണ്ടേ? ഇയാൾ പറയുന്ന അലിഗേഷൻസ് ശ്രദ്ധിച്ച് കേട്ടാണ്. ഇയാൾ പറയുന്ന അലിഗേഷൻസ് നാട്ടുകാർ ശരിയെന്ന് പറയുന്നു. അത്ര ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ നേരിട്ട് ഒരു കുട്ടിയെ കുറിച്ച് പറയാൻ